നമുക്ക് കുറച്ച് വൊക്കാബുലറീസ് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഒന്നാമത്തെ നോക്കാം. വാട്ട് ഈസ് കറക്റ്റ് എക്സ്പാൻഷൻ ഓഫ് ദാറ്റ് ഈസ് എന്ന് കൊടുക്കില്ലേ, അത് IDES സെറ്റതാണ്. അത് മാത്രം പഠിച്ചു പോവാം. അടുത്ത് ചൂസ് ദ ഫുൾ ഫോം ഓഫ് അബ്രിവിയേഷൻ EG. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ലേ, എക്സാമ്പിളി ഗ്രേറ്റിയ എന്നാണ് കേട്ടോ. ഇവിടെ എക്സാമ്പിൾ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്, അതൊന്നും കയറി കൊടുക്കരുത്. എക്സാമ്പിളി ഗ്രേറ്റിയ എന്നാണ് എടുക്കുന്നത്. ഗ്രേറ്റിയ എന്നാണ്, പ്രൊണൗൺസിയേഷൻ കറക്റ്റാണെന്ന് അറിയില്ല, എന്തായാലും അങ്ങനെയാണ് കൊടുക്കുക. NB നോട്ട ബെനി, നോട്ട ബെനി എന്നങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. അത് നോക്കി വെച്ചോണേ. നോട്ടീസ് നോട്ട് ബിലോ എന്നൊക്കെ കാണും. അപ്പോൾ നോട്ടയാണോ നൊട്ട എന്നെല്ലാം പഠിച്ചു വെച്ചോണം. നൊട്ടനാണ് നൊട്ട ബെനെ. ഓക്കെ. അടുത്തത് അബ്രിവേഷൻ ഓഫ് VIZ സ്റ്റാൻഡ് ഫോർ വൈഡലി സെറ്റ്. ഇത് നമ്മൾ കാണാൻ കൊള്ളാത്ത ഏറ്റവും വൃത്തിയിട്ട വാക്കാണ് അത് പറഞ്ഞാൽ ഇതിൽ വരുന്നത് കേട്ടോ. കൂടുതൽ അതാണ് നമുക്ക് വൈഡലി സെറ്റാണെന്നല്ല ഓർത്ത് വെച്ചിരിക്കുക. ഇസഡ് പക്ഷേ സ്പെല്ലിംഗ് ഒക്കെ ഒരു ബന്ധം കാണില്ല, ആണ് കുഴപ്പം. എക്സ്പാൻഡ് ദ അബ്രിവേഷൻ എക്സെട്ര നമുക്കറിയാമല്ലോ. ETC എക്സെട്ര ആണെന്നല്ലോ, അത് എളുപ്പമുള്ളൂ. അടുത്ത വാട്ട് ഇസ് URL എന്നൊക്കെ പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. URL ഫുൾ ഫോം എന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. എക്സ്പാൻഡ് PDF നമുക്കറിയാം. PDF എന്താണ്? പ്രിൻ്റഡ് എന്ന് ഇതിന് പബ്ലിക് ഡോക്യുമെൻ്റ് ഉണ്ട്, പേഴ്സണൽ ഡാറ്റ ഫോർമാറ്റ് എന്ന്. പക്ഷേ അതല്ല, പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. പോർട്ട് ചെയ്യുന്നതിനാണ് PDF എന്നിരിക്കുന്നത്. നമ്മൾ പലതും PDF പോർട്ട് ചെയ്യില്ലേ, അങ്ങനെ ഓർത്താൽ മതി. വാട്ട് ഡസ് USB സ്റ്റാൻഡ് ഫോർ? അപ്പോൾ USB സ്റ്റാൻഡ് ഫോർ എന്താണ്? യൂണിവേഴ്സൽ സീരിയൽ ബസ്. B ഫോർ ബസ്സാണ് കേട്ടോ. 2 ബസ്സുണ്ട്, 3 ബസ്സുണ്ട് മൊത്തത്തിൽ. അപ്പോൾ ബസ്സിൽ പിടിച്ചിട്ട് കാര്യം സീരിയൽ ബസ്. യൂണിവേഴ്സൽ ലോകമുള്ള സീരിയൽ ബസ്സാണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ്സാണ് USB എന്ന് പറയുന്നത്. അടുത്ത HTTP എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ് HTTPയുടെ ഫുൾ ഫോം. എക്സ്പാൻഡ് വൈഫൈ എക്സ്പാൻഡ് ചെയ്യുന്നത് വയർലെസ് ഫെഡിലിറ്റി എന്നാണ് പറയുന്നത്. വയർലെസ് നമുക്കറിയാം, വയർലെസ് ഓപ്ഷൻ തന്നെ 3 ഉണ്ട്, അപ്പോൾ അത് മാത്രം പറ്റില്ല. വയർലെസ് ഫെഡിലിറ്റി എന്നാണ് എന്തിൻ്റെ അർത്ഥം? നമ്മുടെ വൈഫൈയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫുൾ ഫോം ഓഫ് യുനെസ്കോ മിക്കവാറും അറിയാം. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ നമ്മൾ ആർട്സ് ആൻഡ് കൾച്ചറല്ലേ നമുക്കുള്ളൂ, അങ്ങനെ ഓർച്ചാൽ മതി. സയൻറ്റിഫിക് ഉണ്ട്, കൾച്ചറും ഉണ്ട്, അങ്ങനെ വെച്ച് കണക്ട് ചെയ്യുക. കാരണം ഓപ്ഷൻ കാണാൻ നമുക്ക് എല്ലാം കൺഫ്യൂസ് ആവും, പെട്ടുപോകും. അതുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് കൾച്ചറാണ് എന്തെന്ന് പറയുന്നത്, ഓർഗനൈസേഷനാണ് യുനെസ്കോ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നോക്കാം. യൂണിവേഴ്സൽ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ ഉണ്ട്. യൂണിവേഴ്സൽ അല്ല, യുണൈറ്റഡ്. എല്ലാത്തിനും ഒരുമിച്ച് ചേർക്കണം, ഓർക്കുക. യുണൈറ്റഡ് നേഷൻ ഓപ്ഷനിൽ ആദ്യം തന്നെ യുണൈറ്റഡ് 3 ഉണ്ട്, അപ്പോൾ യുണൈറ്റഡ് നമുക്ക് ഓർപ്പിക്കാം. പിന്നെ നാഷണൽ എഡ്യൂക്കേഷണൽ സയൻറ്റിഫിക് ആൻഡ് കൾച്ചറൽ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എളുപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. സാർക്ക് എന്താണ്? സാർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേറ്റ് ഫോർ റീജിയണൽ കോഓപ്പറേഷൻ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷനാണ് സാർക്ക് എന്ന് പറയുന്നത്. അബ്രിവേഷൻ നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ട്രീറ്റി ഓർഗനൈസേഷനാണ്. നോർത്ത് അറ്റ്ലാന്റിക് കിടപ്പുണ്ട്, അതൊന്നും എടുക്കരുത്. നോർത്ത് അറ്റ്ലാന്റിക് അങ്ങനെ എടുക്കണം. അടുത്തത് യുനിസെഫിൻ്റെ എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട്, കുട്ടികളുടെ ഫണ്ടാണ് കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ്. അടുത്ത RSVP റെപ്പോർട്ടസ് സിൽ വ്യൂസ് പ്ലൈറ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? എന്താ വായിക്കാൻ തന്നെ കഷ്ടപ്പാടാണ്. എന്തായാലും ഇതിൽ കൊള്ളാത്ത ഒരു വാക്ക് അതാണ് റെസ്പോണ്ടിന് പകരം എസ്പെഡസ്. ATM ഓട്ടോമാറ്റഡ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, തിരിഞ്ഞു പോലും. ഓട്ടോമാറ്റഡ് ടെല്ലർ മിഷൻ. അടുത്തത് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഫുൾ ഫോം എന്താണ്? പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ്
പിന്നിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്ത എക്സ്പാൻഡ് KYC, നോ യുവർ കസ്റ്റമർ ആണ് ആൻസർ. അതിൽ നോ കീപ്പ് യുവർ ക്യാഷ് എന്നുണ്ട്, നോ യുവർ ക്ലയൻറ്റ് എന്നുണ്ട്, നോ യുവർ ക്രെഡിറ്റ് എന്നുണ്ട്. പക്ഷെ നമുക്കറിയേണ്ടത് കസ്റ്റമറിനെ അറിയുകയാണ് ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലേ? കസ്റ്റമർ ഉണ്ടെങ്കിലേ ബാങ്ക് ഉണ്ട്, അങ്ങനത്തെ കണക്ട് ചെയ്യുക. നോ യുവർ കസ്റ്റമർ എന്ന് പഠിച്ചു വയ്ക്കുക. GST, ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത എക്സ്പാൻഡ് ISRO. ISRO എന്തിനാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ എല്ലാം ഒരേപോലെ തോന്നും, അപ്പം തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ത്യൻ സ്പേസ് റഡാർ ഓർഗനൈസേഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തത് വാട്ട് ഇസ് ഫുൾ ഫോം? RDOയുടെ ഫുൾ ഫോം എന്താണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. എന്താണ് RDOയുടെ ഫുൾ ഫോം? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. RDOയുടെ നമ്മളെ ഈ സൈനിക ആവശ്യമുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇവരാണ്. RDO ആണ്. RDO. അടുത്തത് ദ അബ്രിവേഷൻ RBI, അറിയാലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്നാണ് വന്നത് 1945. വാട്ട് ഡസ് SCBI എന്തിനാണ് നിൽക്കുന്നത്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ സെക്യൂരിറ്റീസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് എന്താണ്? സെക്യൂരിറ്റീസും ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് SCBയുടെ ഫുൾ ഫോം. അടുത്ത നീതി ആയോഗ്, അറിയാലോ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്നാണ് വന്നത്? 2015 വന്നത്, ജനുവരി 1 അല്ലേ? വാട്ട് ഈസ് ഫുൾ ഫോം? ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. നമുക്ക് ഇലക്ട്രിക് കാർഡിയോഗ്രാഫ് ഉണ്ട്, ഇലക്ട്രോ കാർഡിയോ ജനറേറ്റർ ഉണ്ട്, കാർഡിയാക് ഗ്രാഫ് ഉണ്ട്. അപ്പോൾ തിരിയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് ഫുൾ ഫോം. അവസാനം നോക്കാം. MRI ഫുൾ ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. മാഗ്നറ്റിക് റെസൊണൻസ് ആണ്. നിങ്ങൾ മേളിൽ അവിടെ പോകും, അതിൽ വെച്ചാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. മാഗ്നറ്റിക് ഇമേജിങ്, റെസൊണൻസ് മെഡിക്കൽ റെസൊണൻസ് ഇമേജിങ്. മാഗ്നറ്റിക് വെച്ചാണ് നമ്മൾ പോകണമെന്ന് ഓർക്കാം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്. ഇനി വാട്ട് ഡസ് ICU? ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്. നമുക്ക് ഓപ്ഷനിൽ ഇൻറ്റേർണൽ കെയർ യൂണിറ്റ് ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് കെയർ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ല, ഇൻറ്റൻസീവ്, വളരെ തീവ്രമായ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് ICU എന്ന് പറയുന്നത്. തീവ്രമായ മലയാളം പഠിച്ചാൽ തീവ്ര പരിചരണ വിഭാഗം. തീവ്രം എന്ന് പറയുമ്പോൾ ഇൻറ്റൻസീവ്, അങ്ങനെ കണക്ട് ചെയ്യാം. നമുക്ക് ഇത് ഓപ്ഷൻ കാണുമ്പോൾ എല്ലാം കൺഫ്യൂസിങ് ആണ്, പക്ഷേ നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ അത് കിട്ടാൻ പാടാണ്. അടുത്ത ഇത് ഫുൾ ഫോം DNA. ഫുൾ ഫോം അറിയാമോ? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അതിൻ്റെ സ്പെല്ലിങ് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ അത് വെച്ച് പോവാം. ഇവിടെ DI ഉണ്ട്, DE ഉണ്ട്. അപ്പോൾ DE ആണെന്ന് ഓർക്കുക, കാരണം ബാക്കി എല്ലാത്തിലും DE ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെച്ച് നോക്കാം, പരീക്ഷ സമയത്ത് എങ്ങനെ വരണമെന്ന് അറിയില്ല. ഇതിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് DNA. AIDS-ൻ്റെ ഫുൾ എന്നാണ് അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഡെഫിഷ്യൻസി സിൻഡ്രോം എല്ലാവർക്കും അറിയാമായിരിക്കും. അതിനെ 3 ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അവസാനം. അക്യൂർഡ് ഇമ്മ്യൂണോ ഓട്ടോ ഇമ്മ്യൂണോ അക്യൂർഡ് ഇമ്മ്യൂണോ കേട്ടോ പഠിച്ചിരിക്കുക. അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമാണ് AIDS. അടുത്തത് PhD ഡോക്ടർ ഓഫ് ഫിലോസഫിയാണ്. അടുത്ത MBBS എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഓഫ് മെഡിസിൻ ആൻഡ് ബാച്ചിലർ ഓഫ് സർജറി. മെഡിസിനും സർജറി ചെയ്യാനുള്ളതാണ് MBBS എന്ന് പറയുന്നത്. അടുത്ത വാട്ട് ഈസ് ഫ്രം LLB? ലീഗം ബെക്കാലോറോസസ്. എന്താ സ്പെല്ലിംഗ് എന്ന് മനസ്സിലാവുന്നില്ല, ലാറ്റിൻ പദമാണ് കേട്ടോ. എന്തായാലും ഉള്ളതെന്ന് കൊള്ളാത്ത ഏതാണോ അതാണ് പറഞ്ഞത്. ലീഗം കാണപ്പോൾ അത് പിടിച്ചോണം. അടുത്ത ഡിഗ്രി ഓഫ് B.Ed. എന്തിനാണ്? ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ, അറിയാമല്ലോ. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് MPhil? മാസ്റ്റർ ഓഫ് ഫിലോസഫി. എന്താണ്? മാസ്റ്റർ ഓഫ് ഫിലോസഫിയാണ് MPhil. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു. കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ന് പറയാം. അടുത്ത വീഡിയോ കാണാം. ബൈ.